എവരിവൺ, ഇന്ന് നമ്മൾ പഠിക്കുന്ന ആളാണ് ആസ് മച്ച് ആസ്. ഓക്കെ, എന്താണ് ആസ് മച്ച് ആസ്? ഇത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ പറയില്ലേ, അത്രയും, എനിക്ക് കഴിയുന്ന അത്രയും, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അത്രയും, പറ്റുന്ന അത്രയും എന്നൊക്കെയുള്ള സിറ്റുവേഷനിൽ പറയുന്നതാണ് ആസ് മച്ച് ആസ്. ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് നോക്കാം. ഐ ലവ് പിസ്സ ആസ് മച്ച് ആസ് യു ഡു. ഇറ്റ്സ് മൈ ഫേവറേറ്റ് ഫുഡ് ടു. എന്താണ്? നീ പിസ്സ ഇഷ്ടപ്പെടുന്ന അത്രയും എനിക്കും ഇഷ്ടമാണ്. കാരണം എന്താ? ഇറ്റ്സ് മൈ ഫേവറേറ്റ് ഫുഡ് ടു. എൻ്റെ ഫേവറേറ്റ് ഫുഡാണത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഐ try to exercise as much as possible. ഓക്കെ, എന്താ ഇത്? എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. വേറൊന്നാണ്, ഞാൻ മൂവീസ് എൻജോയ് ചെയ്യുന്ന അത്രയും ബുക്ക് വായിക്കുന്നത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഐ എൻജോയ് റീഡിങ് ബുക്സ് ആസ് മച്ച് ആസ് ഐ എൻജോയ് വാച്ചിങ് മൂവീസ്. അതായത് രണ്ടും ഒരുപോലെ ഇഷ്ടമാണെന്ന് പറയാണ്. ഞാൻ ബുക്ക് വായിക്കുന്നതും അതായത് ഞാൻ മൂവീസ് എൻജോയ് ചെയ്യുന്നതിന് അത്രയും ബുക്ക് വായിക്കുന്നതും എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ആൾ രണ്ടും എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. വേറെ ഒന്നാണ്, ഞാൻ എൻ്റെ ഒപ്പീനിയൻ വാല്യൂ ചെയ്യുന്നതിൻ്റെ അത്രയും നിൻ്റെ ഒപ്പീനിയനും വാല്യൂ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ്. അതെ, വാ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അതാണ് ഐ വാല്യൂ യുവർ ഒപ്പീനിയൻ ആസ് മച്ച് ആസ് ഐ വാല്യൂ മൈ ഓൺ. ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ്. ഞാൻ എൻ്റെ ഒപ്പീനിയൻ വാല്യൂ ചെയ്യുന്നതിൻ്റെ അത്രയും നിൻ്റെ ഒപ്പീനിയൻ വാല്യൂ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ്. മനസ്സിലായോ? നമ്മളിപ്പോൾ ഇത്രയും 4 എക്സാമ്പിൾസ് പറഞ്ഞു. അപ്പോൾ എന്താ? ആസ് മച്ച് ആസ്, അത്രയും, എനിക്ക് കഴിയുന്ന അത്രയും, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹിക്കുന്ന അത്രയും, എനിക്ക് പറ്റുന്ന അത്രയും, ഞാൻ ഇഷ്ടപ്പെടുന്ന അത്രയും, അങ്ങനെ അത്രയും എന്ന് പറയില്ലേ, അത്രയും സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതാണ് ആസ് മച്ച് ആസ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ ഡു കമൻറ്റ് ഓൺ ബിലോ. താങ്ക് യു.